ജൂൺ 14 വെള്ളിയാഴ്ച. മത്തായി 5:27 മുതൽ 32 വരെ വാക്യങ്ങൾ. ഒരു ദിവസം ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു, ഞാൻ വിവാഹം ചെയ്യുകയാണെങ്കിൽ അങ്ങേക്ക് എനിക്ക് തരാവുന്ന എന്താണ്? ഗുരു പറഞ്ഞു, ഒരു വിശുദ്ധനെ വിവാഹം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തുകൊണ്ട്? ശിഷ്യൻ ചോദിച്ചു. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കാരണം അവളെ രക്തസാക്ഷിയാക്കാനുള്ള ഏറ്റവും ഉറപ്പുള്ള മാർഗം അതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു വിവാഹ വാഗ്ദാനങ്ങളോട് വിശ്വസ്തത പുലർത്തുന്നതിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നു. വിശ്വസ്തത പാലിക്കുവാനുള്ള അവിടുത്തെ ആഹ്വാനം പൗരോഹിത്യവും സന്യാസവും മറ്റ് സ്ഥിരമായ പ്രതിബദ്ധതകളും ഉൾക്കൊള്ളുന്ന ജീവിതങ്ങളെയും ബാധിക്കുന്നു. വ്യഭിചാരം, മോഹം, വിവാഹമോചനം എന്നിവ പാപകരമായ പ്രവർത്തനങ്ങളാണെന്ന് സുവിശേഷം പറയുന്നു. ഭൂരിഭാഗം ആളുകളും ഈ കാര്യത്തിൽ കുറ്റക്കാരാണ്. നമ്മുടെ മാനുഷിക ബലഹീനതകൾ മനസ്സിലായിരുന്നിട്ടും യേശു നമുക്ക് വിശുദ്ധിയുടെ ഒരു മാനദണ്ഡം നൽകുന്നു. അതും വളരെ ഉയർന്ന ഒരു നിലവാരം. ആർക്കാണ് അത് പിന്തുടരാൻ കഴിയുക? യേശു തന്നെ ഉത്തരം നൽകുന്നു, മനുഷ്യനെ കൊണ്ട് അത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യവും. അതുകൊണ്ടാണ് ദൈവത്തിൽ വസിക്കാൻ യേശു നമ്മോട് ആവശ്യപ്പെടുന്നത്. കാരണം അവനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ന് നമ്മൾ ഒരു ഡിസ്പോസിബിൾ സംസ്കാരത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ വാങ്ങുന്ന പല വസ്തുക്കളും നമുക്ക് ചെറിയ ഷെൽഫ് ലൈഫ് ആണ് നൽകുന്നത്. വില കുറയ്ക്കാൻ വേണ്ടി നിർമ്മാതാക്കൾ മികച്ച മെറ്റീരിയലുകൾ ഉപയോഗിച്ചേക്കില്ല, അല്ലെങ്കിൽ അവർ അവരുടെ ഉൽപ്പന്നങ്ങൾ പെട്ടെന്ന് കൂടുതൽ വിറ്റുപോകുന്നതിനായി അധികം നിലനിൽക്കാത്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു ഡിസ്പോസിബിൾ സംസ്കാരത്തിൻ്റെ ഈ മാതൃക പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റ് മേഖലകളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നു. പ്രതിബദ്ധതയുള്ള ബന്ധം, കുട്ടികൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കുമായുള്ള നമ്മുടെ ഉത്തരവാദിത്വം, സ്നേഹിക്കാനും പരിപാലിക്കാനും വേണ്ട കടമ, ഇതിനെല്ലാം ഈ ഡിസ്പോസിബിൾ സംസ്കാരം ബാധിക്കുന്നുണ്ട്. നമ്മിൽ ആരും മറ്റൊരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ സമൂഹത്തിനോ വേണ്ടി ഡിസ്പോസിബിൾ ആകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ടും ചില സമയങ്ങളിൽ നമ്മൾ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ സംസ്കാരം ഇത് അനുദിനം പ്രോത്സാഹിപ്പിക്കുകയാണ്. എല്ലാ സൃഷ്ടികളെയും ഉൾക്കൊള്ളുന്ന നല്ലതും ആരോഗ്യകരമായ മൂല്യങ്ങളാൽ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ലോകത്തെയും നമ്മുടെ ജീവിതത്തെയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും ഈ മൂല്യങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ യേശുവിൻ്റെ മാതൃക പിന്തുടരുവാൻ നമുക്ക് സാധിക്കും.
എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.